ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ സർക്കാർ ഇടപെട്ട് ഒഴിവാക്കിയെന്ന് തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ ഒരു വിഭാഗം മാധ്യമങ്ങളുടെ ശ്രമം. വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സാംസ്കാരിക വകുപ്പ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഏതെല്ലാം ഭാഗങ്ങൾ ഒഴിവാക്കണമെന്ന് തീരുമാനമെടുത്തത്. ഈ വസ്തുത മറച്ചുവെച്ചാണ് സർക്കാരിനെതിരെ കള്ളപ്രചാരണം നടത്തുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ സർക്കാർ ഇടപെട്ട് ബോധപൂർവം ഒഴിവാക്കിയിട്ടുണ്ടോ? വസ്തുതകൾ ഇങ്ങനെയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സ്വകാര്യത ഹനിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കി അപേക്ഷകർക്ക് നൽകാൻ നിർദ്ദേശം നൽകിയത് വിവരാവകാശ കമ്മീഷനാണ്. വിവരാവകാശ കമ്മീഷൻ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ ചുമതലപ്പെടുത്തി. പുറത്തുവരുന്ന റിപ്പോർട്ടിൽ ഇരകളെ തിരിച്ചറിയുന്ന വിവരങ്ങൾ ഒന്നും ഉണ്ടാകരുതെന്ന് ഉറപ്പുവരുത്താനുള്ള ചുമതല സാംസ്കാരിക വകുപ്പിന്റെ മുഖ്യ വിവരാവകാശ ഓഫീസറുടെ വ്യക്തിഗത ഉത്തരവാദിത്തമാണെന്ന് വിവരാവകാശ കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. റിപ്പോർട്ടിലെ പല ഭാഗങ്ങളും നേരത്തെ വിവരാവകാശ കമ്മീഷൻ തന്നെ ഒഴിവാക്കിയിരുന്നു. വിശദമായ പരിശോധനയ്ക്ക് ശേഷം ആവശ്യമെങ്കിൽ കൂടുതൽ ഭാഗങ്ങൾ ഒഴിവാക്കാൻ വിവരാവകാശ കമ്മീഷൻ സാംസ്കാരിക വകുപ്പ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നിർദ്ദേശം നൽകി. ഈ അധികാരം ഉപയോഗിച്ച് ചില പാരഗ്രാഫുകൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഒഴിവാക്കിയിരുന്നു. കമ്മീഷൻ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി ഉണ്ടായത്. ഇതിനെയാണ് സർക്കാരിന്റെ കൈകടത്തലായും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അട്ടിമറിച്ചു എന്ന തരത്തിലും ബ്രേക്കിംഗ് ന്യൂസുകളായി മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത്. ഈ നടപടികളെല്ലാം നടന്നത് വിവരാവകാശ കമ്മീഷന്റെ നിയമപ്രകാരമാണ്. ഇതിൽ പരാതിയുള്ളവർക്ക് വിവരാവകാശ കമ്മീഷനെ സമീപിക്കാമെന്നതാണ് നിയമം. ഈ വിഷയത്തിൽ സർക്കാർ കക്ഷിയല്ല. ഈ വസ്തുത മറച്ചുവെച്ചാണ് പ്രചാരണം. സർക്കാർ ആവട്ടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ പോവുകയാണ്. നിയമപരമായ എല്ലാ വശങ്ങളും ഹൈക്കോടതി പരിശോധിക്കാനിരിക്കെയാണ് തെറ്റായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള മാധ്യമ പ്രചാരണം. ന്യൂസ് ഡെസ്ക്.